ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ബോബു അവൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് അവൻ്റെ ഓണറെ ഇവനെ ഏൽപ്പിക്കണം. ബോബു ഭയങ്കര ചാട്ടായിരുന്നു ഇവിടുന്ന് പോകുമ്പോൾ. അതിൻ്റെ വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര ചാട്ടായിരുന്നു. അപ്പോൾ അവനെ നമ്മൾ നല്ല രീതിയിൽ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഓണർക്കും കൂടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത് എന്ന കാര്യങ്ങൾ വിശദമായിട്ട് കാണിച്ചു കൊടുക്കാനുണ്ട്. ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു, നല്ല കുട്ടിയാണ്. അപ്പോൾ ഇവൻ്റെ കുറുമ്പും ചാട്ടവും എല്ലാം പരമാവധി നിന്നിട്ടുണ്ട്. ആദ്യം ഇങ്ങനെയൊന്നല്ലായിരുന്നു, ഭയങ്കര ചാട്ടായിരുന്നു ഇവിടുന്ന് പോകുമ്പോൾ. ഇങ്ങനെ തന്നെയല്ല കഴിച്ചാൽ എന്തിനാ. അപ്പം നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം. സിറ്റായി. അപ്പോൾ ട്രീറ്റ് ഇല്ലാണ്ട് വേണമെങ്കിൽ കാണിച്ചു തരാം, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന വിധം ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ട്രീറ്റ് കൊടുക്കും. ഓക്കെ, ഇങ്ങനെ നേരെ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഡൗൺ ആവും. അപ്പോൾ ഇവിടെയും ട്രീറ്റ് കൊടുത്തു. മനസ്സിലായില്ല? പിന്നെ ഈ കൈ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ സ്ലീപ്പാവും. അപ്പോൾ അവിടെയും ട്രീറ്റ് കൊടുത്തു. അടുത്തത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ റോളായി കഴിഞ്ഞാൽ ഇങ്ങനെ ഈ കൈ ഇങ്ങോട്ട് ചെറുങ്ങനെ റോളാക്കുക. അപ്പോൾ റോൾ, അപ്പോൾ ഇവിടെ ഒരു ട്രീറ്റ് കൊടുക്കണം. ഓക്കെ, ഗെറ്റപ്പ്. പിന്നെ സിറ്റ്, ഇവിടെ ഒരു ട്രീറ്റ്. ഓക്കെ, ഇനി അടുത്ത കൈ നേരെ ഹീൽ, ഇങ്ങനെ ഹീലും പറയാം. ഈ ഭാഗത്ത് ഇരിക്കണ്ടെങ്കിൽ ഹീൽ, ഇവിടെ ഒരു ട്രീറ്റ് കൊടുക്കുക. ഓക്കെ, പിന്നെ നേരെ ഇപ്പോൾ നമ്മൾ സ്റ്റേ ആണ് അടുത്ത. സ്റ്റേ, വലത്തെ കൈ കൊണ്ട് സ്റ്റേ പറയാം. സ്റ്റേ, അപ്പോൾ നേരെ നമ്മളിങ്ങോട്ട് പോവാം. പിന്നെ തിരിച്ച് വന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് തിരിച്ച് വന്ന് ഒരു ട്രീറ്റും കൂടി ഇവിടെ കൊടുക്കുക. ഗുഡ് ബോയ്, സ്റ്റേ. അപ്പോൾ നമ്മൾ എവിടെ ഇരുത്തി കഴിഞ്ഞാലും ഡോഗ് നമ്മൾ പറയാതെ ഇവിടെ നിന്ന് എണീച്ച് പോകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിൽ പോവുകയാണെങ്കിലും ഡോഗ് അവിടെ തന്നെ ഇരിക്കണം. ഇതെപ്പം പ്രാക്ടീസാണ് ഏറ്റവും വലുത്. മനസ്സിലായില്ല? സ്റ്റേ പ്രാക്ടീസ് എപ്പം കണ്ടിന്യൂ പ്രാക്ടീസ് ചെയ്യണം. ഒരു 10 മിനിറ്റ് ഒരു ദിവസം, രാവിലെ ഒരു 10 മിനിറ്റ്, വൈകുന്നേരം ഒരു 10 മിനിറ്റ്, അത്രയേ വേണ്ടു. ഇപ്പോൾ ഡൗൺ പൊസിഷനിൽ നമുക്ക് സ്റ്റേ ആക്കാം. ഡൗൺ ഇതേപോലെ തന്നെ സ്റ്റേ. എങ്ങനെ പോയി കഴിഞ്ഞാലും ഡോഗ് അവിടെ തന്നെ ആയിരിക്കണം. ഓക്കെ, ഗുഡ് ബോയ്. അപ്പോൾ നമ്മൾ പിന്നെ വന്ന് ട്രീറ്റ് കൊടുക്കും. നമ്മളിനിപ്പോൾ റീകോളാണ്. റീകോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിച്ചാൽ വരിക, ഡോഗ് വിളിച്ചാൽ വരണം. അപ്പോൾ സ്റ്റേ. ഓക്കെ, കം, സിറ്റ്. എപ്പോൾ വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിലിരിക്കണം. ഫ്രണ്ടിലിരുന്ന് ഇടത്തെ കൈ ഹീൽ, സിറ്റ്. എവിടുന്ന ഡോഗ് ഓടി വരുന്നത് നമ്മളെ ഫ്രണ്ടിലിരിക്കുക. അവിടെ നമ്മൾ ഫിനിഷ് ആക്കുന്നത് ഇടത്തെ സൈഡിൽ. അപ്പോൾ എപ്പോൾ വിളിച്ചാൽ നമ്മൾ ഫ്രണ്ടിലാണ് ഡോഗ് വരുന്നത്. മനസ്സിലായില്ലേ? ജസ്റ്റ് നമ്മൾ ഷെയ്ക്ക് ഹാൻഡൊക്കെ വാങ്ങുകയാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഷെയ്ക്ക് ഹാൻഡ്, ഇതാണ് ഷെയ്ക്ക് ഹാൻഡ്. മനസ്സിലായില്ലേ? അപ്പോൾ അതിന് നമ്മളൊരു ട്രീറ്റ് കൊടുക്കും. ജസ്റ്റ് കൈയിൻ്റെ കഴിയാണ്, ഈ ആക്ഷനാണ് ശരിക്ക് ഡോഗ് മനസ്സിലാക്കിയിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഷെയ്ക്ക് ഹാൻഡ്, ഇവിടെ ഒരു ട്രീറ്റ് കൊടുക്കും. മുമ്പ് എപ്പോഴും നമ്മൾ ഇടത്ത് സൈഡിലായിരിക്കണം ഡോഗ്. വലത്ത് കൈമില്ല ലീഷ് ഇങ്ങനെ ചില ആൾക്കാരെല്ലാം ട്രെയിനിങ് ചെയ്തിട്ട് ഈ ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ ചുറ്റി ഡോഗിന് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ നടക്കുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എപ്പോഴും ഡോഗിൻ്റെത് ഫ്രീ ആയിരിക്കണം. ഡോഗിന് എവിടെ വേണമെങ്കിൽ പോകാമെന്നുള്ളൊരു തോന്നലുണ്ടാവണം. പക്ഷേ നമ്മളെപ്പം തന്നെ നടക്കാൻ ഒരുമിച്ച് തന്നെ നടക്കണം. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോൾ വലത്ത് കൈമിൽ ലീഷ് എടുത്തു, ഒരു ഏലിന് അവൻ്റെ കാലൊന്നും കുടുങ്ങാതെ കറക്റ്റ് ഒരു വണ്ണം വെച്ചിട്ട് ഓക്കെ കം ഹീൽ. എങ്ങനെ നടന്നു പോവാം എപ്പോൾ ഫ്രീ ആയിട്ട്. നോ ഹീൽ, നോ. നമ്മൾ എവിടെയാണോ നിൽക്കുന്നത്, നോ എവിടെയാണ് നിൽക്കുന്നത് അവിടെ ഡോഗ് ഇരിക്കണം. മനസ്സിലായില്ലേ? ഇങ്ങനെ തന്നെ എപ്പോൾ പോകുമ്പോൾ ഇങ്ങനെ തന്നെ. ഓക്കെ കം.
ഹീൽ, സിറ്റ്. എത്ര ദൂരം നടന്നു പോയി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ. അപ്പോൾ ഇവിടെ ഒരു ട്രീറ്റ് കൊടുത്ത് നല്ല കുട്ടി. ഓക്കെ ഓക്കെ കാം. നോ. സിറ്റ് ആയിക്കോ. സിറ്റ്. സിറ്റ്. ഗുഡ് ബോയ്. ഗുഡ്. കം ഹിയർ. കം ഹിയർ. സിറ്റ്. ഗുഡ് ബോയ്. ഗുഡ് ബൈ. ഇനി ഡൗൺ. ഡൗൺ. എവിടെയും ട്രീറ്റ് കൊടുക്കും. സ്ലീപ്പ് അല്ലേ? ആ സ്ലീപ്പ്. സ്ലീപ്പ്. അവിടെയും ട്രീറ്റ്. ഇനി റോൾ. അവിടെ ട്രീറ്റ്. ഇനി ഗെറ്റപ്പ്. ഗെറ്റപ്പ്. ആ അവിടെയും ട്രീറ്റ് കൊടുക്കും. ഇത് നേരെ ഇടത്ത് കൈ കാണിക്കുക. ഹീല്. ഹീൽ. സിറ്റ്. സിറ്റ്. അവിടെയും ട്രീറ്റ് കൊടുക്കും. സ്റ്റേ. ട്രീറ്റ് കൊടുക്കട്ടെ. ഇപ്പോൾ ഒരു ട്രീറ്റ് കൊടുക്കാം. ഒരിക്കലും കൂടി സ്റ്റേ. അവൻ്റെ ബാക്കിലേക്ക് കൂടെ തന്നെ പോന്നു. അപ്പം നോ ആണ് മെയിൻ. ഒരു നല്ല കുട്ടിയല്ലേ, അപ്പം നല്ല കുട്ടിക്ക് ഒരു ട്രീറ്റ് കൊടുക്കാമല്ലോ. സ്റ്റേ. തുറക്കണം. അപ്പോൾ ഡോഗ് അവിടെ നിന്ന് എണീക്കാൻ പാടില്ല. ഒന്നോ നോ കമാൻഡ് മെയിനാണ്. അവനവിടെ നിന്ന് എണീക്കാൻ പാടില്ല. നമ്മൾ കണ്ടന്റിന് വേണ്ടി ചെയ്തതല്ല, യാദൃശ്ചികമായിട്ടൊരാൾ വന്നിട്ടുണ്ട്, അപ്പോൾ പോലും ഡോഗ് അവിടെ നിന്ന് എണീച്ചിട്ടില്ല. അപ്പോൾ ആ ട്രെയിനിങ് അത്രത്തോളം കണ്ടീഷൻ ആയിരിക്കണം ഇനി ബാക്കി അങ്ങോട്ടും. അപ്പോൾ ഒരു ഗുഡ് ബോയ്, നല്ല കുട്ടിയല്ലേ, ഒരു ട്രീറ്റും കൊടുക്കാമല്ലോ അവന്. സ്റ്റേ. ഓക്കെ, ഒരു ട്രീറ്റും കൊടുക്കും. ഓക്കെ, ഇനി ഒരു സ്റ്റേ പറഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ട് പോവാം. കമ്മ വിളിക്കാം. സ്റ്റേ. അങ്ങോട്ട് ഓടും. കം. ഫ്രണ്ടിലിരുത്തിക്ക്. സിറ്റ്. സിറ്റ്. ഗുഡ് ബോയ്. ഗുഡ് ബോയ്. ഗുഡ് ബൈ. ഹീലാക്ക്. ഹീല് പറഞ്ഞാൽ ഹീൽ. നോ. സിറ്റാക്ക്. സിറ്റ്. സിറ്റ്. ഓക്കെ ഓക്കെ. തീർന്നാ? ഇല്ല. ഇനി ഒന്നും കൂടി അവിടെ സ്റ്റേ, എന്നിട്ട് ഇവിടുന്ന് റീകോൾ ചെയ്യാം. സ്റ്റേ. കം. സിറ്റ്. ഗുഡ് ബോയ്. ഗുഡ് ബോയ്. കം. സിറ്റ്. ഹീൽ. ഹീൽ. സിറ്റ്. ഗുഡ് ബോയ്. ഗുഡ് ബൈ. ഇതേപോലെ തന്നെ എപ്പം പ്രാക്ടീസ് ചെയ്യണം. വിളിച്ചാൽ നമ്മളെ ഫ്രണ്ടിൽ വന്നിരിക്കുക, അത് കഴിഞ്ഞിട്ട് ഫിനിഷിങ് ഹീല്,
ഓക്കെ, നമുക്ക് ഇവനെ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ നമ്മൾ ട്രീറ്റ് കട്ട് ചെയ്യാം. മിനിമം ഒരു 6 മാസമെങ്കിലും ഇവനെ കണ്ടിന്യൂ പ്രാക്ടീസ് ചെയ്യണം. ഗുഡ് ബോയ്. ഓക്കെ, കം. സിറ്റ്. സ്റ്റേ. Get in. Sit. Sit. Good boy. Get in. Sit. Good boy. Stay. Stay. തിരിച്ചു ഒരു ട്രീറ്റ് കൊടുക്കുന്ന ശരിയെന്നാ വേണ്ടിട്ട് കുറേ ഉണ്ട്. സ്റ്റേ. സ്റ്റേ. 2 പ്രാവശ്യം. ശരി, പോയിട്ട് കൊടുത്ത ട്രീറ്റ് കൊടുക്കും. ഗുഡ് ബോയ്. ഗുഡ് ബൈ. No. നോ. Wait. അപ്പോൾ നല്ല ചാട്ടക്കാരനായിരുന്നു ഇവിടുന്ന് പോകുമ്പോൾ. അപ്പോൾ ഇപ്പം ഇവൻ നല്ല ശാന്തനായിട്ടുണ്ട്. ചാട്ടെല്ലാം പോയി നല്ല രീതിയിൽ obedient ആയിട്ടുണ്ട് ഇവൻ, അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെ. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രെയിനിങ് എല്ലാം നല്ലതാണെന്ന് വിചാരിക്കുന്നു. നല്ല കുട്ടിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ, നമ്മളെ ട്രെയിനിങ് ഇഷ്ടപ്പെട്ട ആൾക്കാർ നമ്മളെ ഫോളോ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.